ഇത് പുതുമയുള്ള ഒറ്റപ്പെട്ട സംഭവമല്ല, എന്നാൽ എല്ലാവരും ഭയക്കുന്ന ഒരു യഥാർത്ഥ അനുഭവമാണ്. ഇത്തരം ഹീനകൃത്യങ്ങൾ ചെറുക്കുന്നതിനായി സമൂഹ മാധ്യമങ്ങളിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. എന്താ അവിടെ? എന്താ അവിടെ ബഹളം? എന്താ മിനിക്കുട്ടി നീ കരഞ്ഞു വിളിച്ചത്? അത് പിന്നെ അമ്മ ചേട്ടൻ എന്റെ കൈ പിടിച്ചു വളച്ചു. നീ വീണ്ടും ഇവിടെ ഉപദ്രവിക്കാൻ തുടങ്ങിയോ? നിനക്കെന്താ ട്യൂഷൻ ഇല്ലേ? ഉണ്ട്. എന്നാ നീ വേഗം കുളിച്ച് പോകാൻ നോക്ക്. 9ാം ക്ലാസ്സിലാണ്, ഓർമ്മ വേണം. കാപ്പി കുടിക്കണ്ടേ? മോള് വാ, മോള് കുളിക്ക്. ആ, കുളിച്ച സുന്ദരിയാവാം. ശിവേട്ടാ, ഏട്ടാ, ഞായറാഴ്ചയായിട്ട് ഇങ്ങനെ മൂടിപ്പൊതിച്ച് കിടന്നാ മതിയോ? ബാക്കിയുള്ളവർക്ക് മനസ്സിൽ കനല. ഏട്ടനൊന്നും അറിയണ്ടല്ലോ. എന്തു അടി നീ രാവിലെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഓ, ഒന്നുമില്ലേ. അതിന് എന്തെങ്കിലും ഇങ്ങേരോട് പറയാൻ പറ്റൂ? എന്താടി ഭാര്യയെ, നിനക്ക് രാവിലെ ഒരു പരിഭവം? എനിക്കത് കണ്ടപ്പം തന്നെ ഒരു ഉന്മേഷം. ചേട്ടനെല്ലാം ഒരു കളിത്തമാശയാ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചേട്ടൻ അറിയുന്നുണ്ടോ? അതിനൊന്നും ചേട്ടന് നേരമില്ലല്ലോ. എടി ശാരി, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് നീയും ജാനും ഈ നിലയിലെത്തിയത്. നിന്റെ ആദ്യ വിവാഹത്തിലുണ്ടായ മുറിപ്പാടുകളുമായി നിന്റെ മകൻ രാഹുലുമായി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നു. എനിക്കാണെങ്കിലോ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യയെ ക്യാൻസർ എന്ന കാലൻ കവർന്നുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് നമുക്ക് ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുമോ? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു മകളില്ലേ? അതൊക്കെ ശരി തന്നെ ശിവേട്ടാ. എന്നാൽ രാഹുലിന്റെ കാര്യത്തിൽ ഏട്ടന് അല്പം ശ്രദ്ധ കുറവുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ആ മോളൂട്ടി എഴുന്നേറ്റോ? ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് മാളിൽ പോണ്ടേ? പിന്നെന്ത്, നമുക്ക് അടിച്ച് പൊളിക്കണം. ശിവേട്ടാ, ഞാൻ പറയുന്ന കാര്യം എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ? എന്താ നീ പറ. രാഹുൽ എന്റെ മകനായതുകൊണ്ടാണോ ശിവേട്ടന് അവനോട് താല്പര്യക്കുറവ്? നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഈ അടുത്തിടെയായി രാഹുലിന്റെ സ്വഭാവത്തിന് നല്ല മാറ്റമുണ്ട്. പഴയതുപോലെയല്ല, എപ്പോഴും ദേഷ്യമാണ്. വാ തുറന്ന് സംസാരിക്കാറുമില്ല. എടി, അവൻ വളർന്നു വരുന്ന പയ്യനല്ലേ, ഒരു പുരുഷനാകാൻ പോകുന്നതിന്റെ ചില ലക്ഷണങ്ങളാ. അതത്ര കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. കുറെ കഴിയുമ്പോൾ അതൊക്കെ താനേ മാറിക്കോളും. അല്ലേ മോളൂട്ടി? ശാരി, എന്തു പറ്റി ശാരി? നീ ആരെയാ കാത്തു നിൽക്കുന്നേ? കുറെ നേരമായല്ലോ. രാഹുലിനെ കാത്തു നിൽക്കുക. വരേണ്ട സമയം കഴിഞ്ഞു. ട്യൂഷൻ ക്ലാസ് ഇത്രയും വൈകില്ലല്ലോ. ഓ, അവൻ വല്ല കൂട്ടുകാരുടെയും കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാവും. ഓ, അതൊന്നുമല്ല കാര്യം. കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതെയോ?
ഇതാ ഞാൻ അങ്ങോട്ട് വരുന്നു. അമ്മ ആരോടാ ഈ സന്ധ്യക്ക് വർത്താനം പറയുന്നേ? അത് നമ്മുടെ ശാരിയോടാ. രാഹുൽ മോൻ ഇത്രയും നേരമായിട്ടും ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലത്രേ. അമ്മേ, മഴ പെയ്യുമെന്ന് തോന്നുന്നു. അമ്മ കൊട കൂടെ കൊണ്ടുപോകൂ. അമ്മേ, ഈ ടോർച്ച് കൂടി കൊണ്ടുപോകൂ. എല്ലായിടത്തും ഇഴജന്തുക്കളുടെ പ്രശ്നമാ കേൾക്കുന്നത്. മോളെ, എത്താൻ വൈകും. വാതിലടച്ച് കിടന്നുള്ളൂ. ആ ശരി അമ്മേ. നീ ആകെ അസ്വസ്ഥയാണല്ലോ. എന്താ ഇത്ര ടെൻഷൻ? പറയാൻ ചേച്ചി. എന്ത് പറയണം, എങ്ങനെ തുടങ്ങണമെന്ന് ഒരു പിടിയുമില്ല. എൻ്റെ സമാധാനം പാടെ നശിച്ചുകൊണ്ടിരിക്കുക. എരുതിന്ന് തിളച്ച എണ്ണയിലേക്ക് വീഴുന്നത് പോലെ. അതിനുവേണ്ടി ഇവിടെ എന്തുണ്ടായി? നിനക്കറിയാലോ എൻ്റെ ആദ്യ വിവാഹത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ. ആത്മഹത്യ ചെയ്യണമെന്ന് പലതവണ ചിന്തിച്ചതാ. പിന്നെ രാഹുൽ മോൻ ഉള്ളതുകൊണ്ട് മാത്രം അത് ഞാൻ ചെയ്തില്ല. വിവാഹമോചനത്തിന് ശേഷം ഒരു പുനർവിവാഹത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചതേയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപരിപഠനത്തിന് പോയത്. അങ്ങനെ ഇപ്പം എന്തായാലും ഒരു ഉദ്യോഗസ്ഥയായി. എൻ്റെ സ്വപ്നം പൂവണിഞ്ഞു. ഒക്കെ ശരി തന്നെയാ. പിന്നെ എന്താ ഇപ്പൊ പ്രശ്നം? ഞങ്ങളുടെയൊക്കെ നിർബന്ധം കൊണ്ട് നീ വീണ്ടും വിവാഹിതയായി. ഭാര്യ മരിച്ച് വിഷമത്തിൽ കഴിയുന്ന ശിവൻ. നിങ്ങളുടെ ബന്ധത്തിലൂടെ നല്ലൊരു മകളെയും കിട്ടി. സന്തോഷമായില്ലേ? അതെ, പുറമേ നിന്ന് കാണുന്നവർക്ക് അത്രേ പിടികിട്ടു. പക്ഷെ അനുഭവിക്കുന്നത് ഞാനല്ലേ. നീ കാര്യങ്ങൾ വളച്ചു കെട്ടാതെ തെളിച്ചു പറയൂ. മാഹി, നിനക്ക് അറിയാമോ, ശിവേട്ടന് രാഹുലിനോടൊരു അകൽച്ചയാണ്. അവനെ അടുത്തിരുത്തി സംസാരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടേയില്ല. രാഹുലിനത് നന്നായിട്ടറിയാം. എപ്പോഴും മിനിക്കുട്ടിയെ മാത്രം കൊഞ്ചിക്കുന്നത് അവൻ കാണാറുമുണ്ട്. അവളുടെ എല്ലാ ആഗ്രഹവും സാധിച്ചു കൊടുക്കും. ഓ, അങ്ങനെയാണോ? അത് ശരിയല്ലല്ലോ. അത് തന്നെയാ ഞാനും പറഞ്ഞത്. രാഹുലിന് പഠിത്തത്തിൽ ഒരു ശ്രദ്ധയില്ലാണ്ടായി. ക്ലാസ് കഴിഞ്ഞ് ട്യൂഷന് പോകുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷെ ട്യൂഷൻ ടീച്ചർ വിളിച്ചു പറഞ്ഞു അവൻ കുറെ നാളായി ട്യൂഷന് പോകുന്നേയില്ലെന്ന്. എന്തൊക്കെയാ കേൾക്കുന്നത്? അവനൊരു പാവം കുട്ടിയല്ലേ? ഇതേക്കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അവൻ ഒരു മറുപടിയും പറയുന്നില്ല. അവൻ വേറെ ഏതോ ലോകത്തിലെന്ന പോലെ. ഭക്ഷണവും ശരിക്കും കഴിക്കാറില്ല. എനിക്ക് ആകെ ഭയം തോന്നുന്നു. എന്റെ ഈശ്വര, ഇതൊക്കെ ശിവേട്ടനോട് തുറന്നു പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഒന്നാമത് അദ്ദേഹത്തിന് എപ്പോഴും ഓഫീസ് സംബന്ധമായ ടൂറ്, അല്ലെങ്കിൽ കൂട്ടുകാരുമൊത്ത് ക്ലബിൽ ചിലവഴിച്ച് വൈകിയാണ് വരുന്നത്. ഇതേക്കുറിച്ച് എന്തെങ്കിലും പരാതി പറഞ്ഞാൽ അത് അദ്ദേഹം പറയും പണ്ടേ ശീലിച്ച കാര്യങ്ങളാണെന്ന്. അതിന്ന് മാറ്റം വരുത്താൻ പറ്റില്ലെന്ന്. എന്റെ ദൈവമേ! ഇതെല്ലാം കാരണം ഞാനിന്ന് അവനെ പൊതിരെ തല്ലും കൊണ്ട് ഇന്ന് അവൻ ട്യൂഷന് പോയത്. ഇതുവരെ തിരിച്ചു വന്നതുമില്ല. ഇനി അവൻ എന്തെങ്കിലും കടുങ്ങ ചെയ്യുമോ എന്തോ. എന്റെ ദൈവമേ! നീ സമാധാനപ്പെടും. നമുക്ക് കുറച്ചു നേരം കൂടി നോക്കാം. വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നല്ലോ. അയ്യോ, അമ്മേ, അയ്യോ, അയ്യോ, അമ്മേ. അയ്യോ മോനെ, നിനക്ക് എന്ത് പറ്റി? അയ്യോ മോനെ, നീ ട്യൂഷനല്ലേ പോയത്? ആരാ നിന്നെ കാറിൽ നിന്ന് തള്ളിയിട്ടത്? നിനക്ക് എന്ത് പറ്റി? അയ്യോ, ഇത് എന്തൊക്കെയാ നടക്കുന്നത്? അയ്യോ, അയ്യോ, ഓ മോനെ, ഇരിക്ക്. എന്ത് പറ്റിയടാ?
അയ്യോ എടാ നിനക്ക് എന്ത് പറ്റി? ഒന്നുമില്ല, നീ എന്താ ഒന്നും പറയാത്തത്? ഒന്നുമില്ല, മാറിക്കേ. ഒന്നുമില്ല, ഒന്നുമില്ല, മോനെ നിനക്ക് എന്ത് പറ്റിയടാ? ഒന്നുമില്ല, ഈ കാര്യം തുറന്നു പറ. ഒന്നുമില്ല. നീ കൂട്ടുകാരുമായി തല്ലു പിടിച്ചോ? നിന്നെ ആരാ ഇങ്ങനെ ഉപദ്രവിച്ചത്? നീ രാവിലെ എന്റെ കയ്യിൽ നിന്ന് കുറെ കൊണ്ടോണ്ടാണ് ട്യൂഷന് പോയത്. ഇനിയും കിട്ടിയാലേ നീ പറയുള്ളൂ. ഒന്നുമില്ല. നീ ഒന്നും പറയൂലേടാ? പറയില്ലടാ? അടിക്കില്ലേ അമ്മ, അടിക്കില്ലേ അമ്മ. ശരി നിർത്ത്. അമ്മ ചേട്ടനൊന്നും ചെയ്യല്ലേ, ചേട്ടൻ പാവല്ലേ. എന്താ ഇവിടെ ഒരു ബഹളം? അയ്യോ രാഹുലിന് എന്ത് പറ്റി? അവൻ വാ തുറന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് വേണ്ടേ? ശാരി ചേച്ചി, അവന് വഴക്ക് പറയല്ലേ. എന്റെ ദൈവമേ, നിനക്ക് എന്താ പറ്റിയടാ? ഇത് എന്തായി കാണുന്നത്? നിനക്ക് എന്താ പറ്റിയടാ? ആരാ ഇതൊക്കെ ചെയ്തത്? എല്ലാം ഞാൻ പറയാം അമ്മ. അയ്യോ, ഇതെന്തായി കാണുന്നതല്ല? ഞാൻ പറയാം. അതമ്മേ, കുറച്ച് ചേട്ടന്മാര് ട്യൂഷന് പോകുമ്പോ എന്നെ ബലമായി പിടിച്ചോണ്ട് പോകും. എന്നെ നിർബന്ധിപ്പിച്ച് ജ്യൂസ് കുടിപ്പിക്കും. എന്റെ ദൈവമേ, എന്തൊക്കെയാ കേൾക്കുന്നത്? അയ്യോ അയ്യോ, ദേഹം മുഴുവൻ വേദനയമ്മ. പേടി കൊണ്ടാ ഞാൻ ഒന്നും പറയാത്ത. എന്നാ ഞാൻ ചെയ്യല്ലേ ഏട്ടാ? എന്നെ ഒന്നും ചെയ്യൂല. ആടെ എടാ കുറച്ച് കുടിക്കടാ. അയ്യോ വേണ്ട ഏട്ടാ, കുടിക്കടാ. വേണ്ട വേണ്ട ഏട്ടാ, വേണ്ട. കുടിക്കടാ, അങ്ങോട്ട് വേഗം കുടിക്കടാ, കുടിക്കടാ, കുടിക്കടാ. അയ്യോ പിന്നെ മുടിയാണ് എനിക്ക്. ഷർട്ടടിക്കടാ. അയ്യോ വേണ്ട ഏട്ടാ, വേണ്ട വേണ്ട ഏട്ടാ, പ്ലീസ് ഏട്ടാ, വേണ്ട ഏട്ടാ, പെട്ടെന്ന് കഴിയടാ. വേണ്ട ഏട്ടാ, വേണ്ട പെട്ടെന്ന് വേണ്ട കഴിയടാ. ഏട്ടാ, വേണ്ട വേണ്ട ഏട്ടാ, പ്ലീസ് ഏട്ടാ, വേണ്ട വേണ്ട ഏട്ടാ, വേണ്ട വേണ്ട ഏട്ടാ, വേണ്ട വേണ്ട ഏട്ടാ, പ്ലീസ് വേണ്ട ഏട്ടാ, വേണ്ട വേണ്ട ഏട്ടാ, പ്ലീസ്. അഴിക്കട ഷർട്ട് അഴിക്കേ, അഴിയടങ്ങോട്ട് അഴിയടാ. പിന്നെ പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല അമ്മ. മോനെ ഈ പാല് കുടിക്ക്. പോട്ട് മോനെ, മോൻ കുടി, പാല് കുടി. അമ്മ എനിക്കിവരെ പേടിയാ അമ്മ. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ട്യൂഷന് പോവാനും എനിക്കിനി പേടിയാ. സമാധാനമായി ഇരിക്കൂ ഷാജി. മോനെ രാഹുലെ, എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ഉള്ളിൻ തീച്ചൂളയിൽ ഞാനൊരുകവേ, സ്വപ്നങ്ങൾ ഭസ്മമായി മാറുന്ന നേരം, ചിറകറ്റ കിളിയായി പിടയും ഇന്നെന്താ ആരും കിടന്നില്ലേ? ചിറകറ്റ കിളിയായി പിടയും നീ വരുന്നില്ലേ? ജന്മത്തിൻ വീട്ടിൽ സമാധാനം ഇല്ലാതായി. കനലാഴങ്ങളിൽ വീണുടഞ്ഞാലും പൊന്മണി പോലെ തെളിയുന്നു ഞാൻ. നിഴലുകൾ
തൻ വേരുകളാഴ്ന്നിറങ്ങും കനലാഴങ്ങളിൽ വീണുടഞ്ഞാലും പൊന്മണി പോലെ തെളിയുന്നു ഞാൻ. നിഴലുകൾ മായുന്ന ഈ പാതയിൽ സ്വയമെരുന്ന സൂര്യനാവുന്നു ഞാൻ. സ്വയമെരുന്ന സൂര്യനാവുന്നു ഞാൻ. കനലാഴങ്ങളിൽ ഞാൻ മാത്രം. ഹലോ മാഹി. ഹലോ ശാരി, നീ ഉറങ്ങിക്കാണത്തില്ലെന്ന് എനിക്കറിയാം. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് നിന്നെ ഈ രാത്രി തന്നെ വിളിക്കുന്നത്. നാളെ 10 മണിക്ക് നീ തയ്യാറായിരിക്കണം. നമുക്ക് ഒരു സ്ഥലം വരെ പോകണം. രാഹുലിനെയും കൊണ്ടുവരണം. നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കാണാനാണ്. അപ്പോൾ പറഞ്ഞതും തയ്യാറായിക്കൊള്ളണേ. അപ്പൊ മിനിക്കുട്ടിയോ? മിനിക്കുട്ടിയോ? മിനിക്കുട്ടിയെ ആശമോള് നോക്കിക്കൊള്ളും. ഓക്കെ, ഗുഡ് നൈറ്റ്. ആ, ഗുഡ് നൈറ്റ്. Good morning, Kamnas Mental Care Center. Can I help you? Okay, please hold. ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അതെ, നാളെ ഡോക്ടർ ക്രിസ്റ്റഫർ മാത്യു ഉണ്ട്. അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യട്ടെ സർ. ഓക്കെ, ടോക്കൺ നമ്പർ 22. താങ്ക് യു. മോനെ, നീ ഒന്ന് അടങ്ങിയിരിക്കേ. എന്തൊരു ചൂടാ, സഹിക്കാൻ പറ്റണില്ല. ചേച്ചി, ഇത് ആദ്യമായിട്ടാണോ? അല്ല, ഞാനിത് 3ാമത്തെ തവണയാ. എന്താ പേര്? എന്റെ പേര് സജ്ജി. എന്താ പ്രശ്നം? ഇവൻ ചെറുപ്പം മുതലേ ഹൈപ്പർ ആക്റ്റീവാ. ക്ലാസ്സിൽ എന്നും തല്ല് പിടിക്കും. അതുപോലെ അമിതമായിട്ട് ഭക്ഷണം കഴിക്കും. പിന്നെ അവരാണ് ഇങ്ങോട്ട് ഇവനെ റെഫർ ചെയ്തിരിക്കുന്നത്. എന്ത് ചെയ്യാനാ, ഇപ്പോഴത്തെ പിള്ളേർ നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ലല്ലോ. അതെ അതെ, ഇപ്പോഴത്തെ പിള്ളേരൊന്നും നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. അവര് പറഞ്ഞാൽ നമ്മൾ കേൾക്കണം. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ഉഷ. എന്താ പ്രശ്നം? എന്റെ പ്രശ്നം എന്താന്ന് വെച്ചാല് എനിക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അഥവാ ഒന്ന് കണ്ണടച്ചാൽ ആരൊക്കെയോ എന്നെ കൊല്ലാനോ എന്തൊക്കെയോ ചെയ്യുന്ന പോലെ തോന്നും. പിന്നെ അങ്ങ് ഞെട്ടി ഉണരും. അയ്യോ, അപ്പൊ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ. ഉറങ്ങാൻ പറ്റാത്തത് കൊണ്ട് എന്താ, പല പല അസുഖങ്ങളും. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പോ ഡോക്ടർ കൃഷ്ണമൂർത്തി സാറ് ചില പൊടിക്കൈകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. മെഡിസിൻസും ഉണ്ട്. അങ്ങനെ കുറച്ച് ആശ്വാസമുണ്ട്. അത് നന്നായി. എടാ മോനെ, നിക്കടാ അവിടെ. ഇവനെ കൊണ്ട് തോറ്റു. നീ എങ്ങോട്ടായി ഓടുന്നത്? ഗുഡ് മോർണിംഗ്. യെസ്, ഗുഡ് മോർണിംഗ്. ഞാൻ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തതാണേ. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സോണിയ ഫിലിപ്പിനെ കാണാനാ. പേര് പറയാമോ? മാഹി. ഓക്കെ, ചെക്ക് ചെയ്യട്ടെ. ഓക്കെ. മാഡം, മിസ്സിസ് മയ്യേസ് അറൈവ്. അങ്ങോട്ട് വിടട്ടെ മാഡം? മാഡത്തിനെ പോയി കണ്ടോളൂ. ആ, താങ്ക് യു. വന്നോളൂ, വാ മോനെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ അത്യാവശ്യമായിട്ട് രാത്രി വിളിച്ചതേ ഇവരെക്കുറിച്ച് പറയാനായിരുന്നു.
വെൽക്കം വരൂ. വെൽക്കം. ശാരി, ഡോക്ടർ സോണിയ ഫിലിപ്പ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്, എൻ്റെ കൂട്ടുകാരിയാണ്. പിന്നെ ഡോക്ടർ കൃഷ്ണമൂർത്തി, ഡോക്ടർ ക്രിസ്റ്റഫർ മാത്യു, വളരെ റെപ്യൂട്ടഡ് സൈക്യാട്രിസ്റ്റാണ്. ഇനി നിൻ്റെയും രാഹുലിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇവർ പരിഹരിച്ചു തരും. മോനെ, നിന്റെ പേടിയെല്ലാം അവർ മാറ്റിത്തരും കേട്ടോ. ഞാൻ ഇറങ്ങട്ടെ? പ്ലീസ് ബി സീറ്റഡ്. മോനെ ഇരിക്കൂ. കാര്യങ്ങളൊക്കെ മഹി പറഞ്ഞു. എല്ലാത്തിനും പരിഹാരമുണ്ടാകാം. പ്ലീസ് റിലാക്സ്. വി ആർ ഹിയർ ടു ഹെൽപ്പ്. നോക്കൂ, ശരീരത്തിനൊരു ഊണ്ടുണ്ടായാൽ മെഡിസിൻ ഉപയോഗിച്ച് രോഗം മാറ്റാം. പക്ഷേ മനസ്സിനുണ്ടായാൽ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. ലെറ്റ്സ് ബിഗിൻ അവർ സെഷൻ. ഷാനി മാഡം, എന്ന് മുതലാണ് മകൻ രാഹുലിന് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങിയത്? ഐ മീൻ പെരുമാറ്റത്തിൽ. രാഹുൽ എൻ്റെ മകനായതുകൊണ്ട് പറയല്ല, അവൻ വളരെ നല്ലവനാ. 6 വർഷം മുൻപാ അവൻ്റെ അച്ഛനുമായിട്ടുള്ള വിവാഹമോചനം നടന്നത്. അന്ന് അവന് 8 വയസ്സ്. അതിൻ്റെ വിഷമം അവനുണ്ട്. അപ്പോൾ അവന്റെ ബയോളജിക്കൽ ഫാദർ തിരിഞ്ഞു നോക്കാറില്ല അല്ലേ? ഇല്ല, അയാൾക്ക് മോനോടോ എന്നോടോ യാതൊരുവിധ അടുപ്പവും ഇല്ല. വേദനകൾ മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ ഓക്കെ, വി ഗോട്ട് ഇറ്റ്. ഇനി ഞങ്ങൾ രാഹുലുമായിട്ടൊന്ന് സംസാരിക്കട്ടെ. പ്ലീസ് വെയിറ്റ് ഔട്ട് സൈഡ്. പ്ലീസ് വെയിറ്റ്. നോട്ട് ഓൺലി ദാറ്റ്, ഞങ്ങൾക്ക് മിസ്റ്റർ ശിവനുമായി ഒന്ന് സംസാരിക്കാനുണ്ട്. അത് നാളെ തന്നെ ആയാൽ അത്രയും നല്ലത്. ശരി, ഞാൻ പറയാം ഡോക്ടർ. മോനെ, ഈ ജ്യൂസ് കുടിച്ചേ? വേണ്ട. കുടിക്കും മോനെ. മോൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ നിന്ന് സോൾവ് ആക്കി തരും. മോൻ എല്ലാം തുറന്നു പറഞ്ഞാൽ മതി ഞങ്ങളോട്. അതെ, അത്ര മാത്രം ചെയ്താൽ മതി. എന്ത് പറ്റിയതെന്തോ? ചേച്ചി, എന്താ പ്രശ്നം? ഒന്നുമില്ല. മോനെ, ചേട്ടന്മാർ ഉപദ്രവിച്ച കാര്യം അച്ഛനോട് പറഞ്ഞില്ലേ? പറഞ്ഞില്ല. അതെന്താ? അച്ഛനെ പേടിയാണോ? ഇല്ല. പിന്നെന്താ? മോൻ പേടിക്കണ്ട, പറയൂ. അച്ഛൻ രാത്രി ഒരുപാട് താമസിച്ചാണ് ക്ലബിൽ നിന്ന് വരുന്നത്. എൻ്റെ കൂടെ ഒരു സ്നേഹവും ഇല്ല. അനിയത്തി മിനിക്കുട്ടിയോടാണ് ഇഷ്ടം. അമ്മയോട് എന്താ പറയാത്തത്? അമ്മയ്ക്ക് ഒന്നിനും സമയമില്ല. ഓഫീസ് കഴിഞ്ഞാൽ അടുക്കളയിലാണ് എപ്പോഴും. ദേഷ്യം വന്നാൽ എന്നെ തല്ലും. അമ്മേ, ഡോക്ടർ വിളിക്കണം. മോനെ, പേരെന്താ? രാഹുൽ. എന്താ പ്രശ്നം? ലുക്ക് ഷാരിമ, കുട്ടികളെ നമ്മൾ ശിക്ഷിക്കുന്നത് അവർ നമ്മളിൽ നിന്നും അകലാനാണ് കൂടുതൽ സാധ്യത. പഴയ തലമുറക്കാരിൽ അത് വലിയൊരു പ്രശ്നമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ന്യൂജൻ അത് ഉൾക്കൊള്ളില്ല. അവർ നമ്മെ ശത്രുവായി കാണും. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. ഗുഡ് മോർണിംഗ്. ഹലോ മിസ്റ്റർ ശിവൻ, വെൽക്കം. ഐ ആം ഡോക്ടർ കൃഷ്ണമൂർത്തി, സീനിയർ കൺസൾട്ടന്റ്. ഹലോ, ഐ ആം ഡോക്ടർ ക്രിസ്റ്റഫർ മാത്യു, ജൂനിയർ കൺസൾട്ടന്റ്.
ഞാൻ സോണിയ ഫിലിപ്പ്, ജൂനിയർ കൺസൾട്ടന്റ്. ഇരിക്കൂ. വളരെ ഗൗരവമുള്ള ചില കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് മിസ്റ്റർ ശിവനെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എന്നാൽ മിസ്റ്റർ ശിവൻ വിചാരിച്ചാൽ ഈ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകും. അതിനെന്താ സാർ, ഞാനായിട്ട് ആർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ആളല്ല. പിന്നെ രാഹുൽ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ തികച്ചും ദൗർഭാഗ്യകരമാണ്. ലുക്ക് മിസ്റ്റർ ശിവൻ, ആ സംഭവം നടന്നു കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ ഗ്രേവാണ്. അതിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഹീസ് അണ്ടർ സ്ട്രെസ്, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. മാത്രമല്ല ഷാരി ഡിപ്രഷനിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതെന്താ, അവൾക്കെന്ത് പറ്റി? ഞാനൊന്നും കണ്ടില്ലല്ലോ. എല്ലാത്തിനും കാരണം ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. ഷാരിക്കും രാഹുലിനും ഒരുപാട് കാര്യങ്ങൾ പറയാൻ കാരണങ്ങളുമുണ്ട്. നിങ്ങൾ കുറച്ചുകൂടി സമയം കണ്ടെത്തണം, കുറേ കൂടി ഒന്ന് ഇൻവോൾവ് ആവണം. ലൈംഗിക ബന്ധം കുടുംബജീവിതത്തിൽ ഒരു പ്രധാന ഘടകം തന്നെയാണ്. പക്ഷേ സ്ത്രീകൾ ആഗ്രഹിക്കുന്നത് മറ്റൊന്നാണ്, കരുതൽ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സ്നേഹം. കുട്ടികൾക്കും അത് തന്നെയാണ് വേണ്ടത്. മിസ്റ്റർ ശിവൻ, താങ്കൾ ആ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ എല്ലാം നേരെയാവും. സാറേ, ഞാനൊരു എക്സ് സർവീസ്മാനാണ്. ദിവസവും കൂട്ടുകാരത്ത് ക്ലബിൽ കൂടുന്നതും അല്പം അടിക്കുന്നതും പണ്ടേ ഉള്ളൊരു ശീലമാണ്. പിന്നെ എൻ്റെ ആദ്യ ഭാര്യ നഷ്ടപ്പെട്ടപ്പോൾ ഈ ദുശീലങ്ങൾ അല്പം കൂടി. ദാറ്റ് ഈസ് എ പോയിന്റ്. അവർക്ക് നിങ്ങളെ ആവശ്യമാണ്. ഐ മീൻ യുവർ കെയർ ആൻഡ് കൺസേൺ. അത് ഡിപ്രൈവ് ചെയ്യരുത്. വെൽക്കം 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 ഓൾ ഓഫ് യു. എല്ലാവർക്കും സന്തോഷമായല്ലോ? യെസ് ഡോക്ടർ, സന്തോഷമായി. ഇമോഷണൽ ഡിപ്രൈവേഷനാണ് എല്ലായിടത്തും വില്ലൻ. പരസ്പരം മനസ്സ് പങ്കുവെക്കുക, പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. യെസ് ഡോക്ടർ. അതെ, ഞങ്ങളുടെ വെന്റിലേഷൻ പ്രോസസ്സിലൂടെ നിങ്ങളുടെ വിഷമങ്ങളെല്ലാം നീക്കിയിട്ടുണ്ട്. മനസമാധാനം എല്ലാവർക്കും കൊണ്ടുവന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാന സംഭവം കൂടി പറയട്ടെ. അതെന്താ ഡോക്ടർ? അവന്മാർക്കെതിരെ പോക്സോ കേസ് ചാർജ് ചെയ്ത്, കൂടാതെ മയക്കുമരുന്ന് ഉപയോഗത്തിന് വേറെ കേസും എടുത്തിട്ടുണ്ട്. എല്ലാം പ്രായപൂർത്തിയായ ചെക്കന്മാരാ, പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന. ഇങ്ങോട്ട് വാടാ, ശബരിമലയ്ക്ക് മാലയിട്ട് പോയി ഇല്ലേറെ കാണിച്ചു തരാം. നടക്കണ ഇങ്ങോട്ട്. പട്ടി കഴിവണം പോലെ കൊച്ചുപിള്ളേർ പേടിപ്പിക്കും. താടി മീച്ചയൊക്കെ വളർന്നില്ലടാ. ഇതുവരെ അവന്മാർക്ക് പള്ളിക്കൂടം കഴിഞ്ഞു കിട്ടിയില്ല. നിനക്ക് പള്ളിക്കൂടം ഞാൻ കാണിച്ചു തരാടാ. നടക്കടാ ഇങ്ങോട്ട്. കുറെ നാളായി ഇവിടെ കിടന്ന് വിലസുന്നുണ്ട് ഇവന്മാര്. ഏതായാലും പിടിച്ചല്ലോ. അതെ അതെ, ഇനി അവന്മാരെ അഴിക്ക് പുറത്ത് വരരുത്. ഒരുപാട് നന്ദിയുണ്ട് സർ. വലിയൊരു വിപത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ലിവിങ് ടുഗദർ, ഹോമോസെക്ഷുവാലിറ്റി, ഇവയൊന്നും മലയാളികൾ ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല. പിന്നെ പ്രകൃതി വിരുദ്ധ പീഡനം, അതിനൊട്ടും മാപ്പില്ല. രാഹുലിന് നിങ്ങൾ രണ്ടാളും കൂടി ഒരു ട്രീറ്റ് കൊടുക്കണം.
കാരണം ആ ദുശ്ശീലങ്ങളിലൊന്നും അവൻ ഏർപ്പെട്ടിട്ടില്ല. ദൈവാധീനം. ദൈവത്തിന് നന്ദി. എല്ലാരും നല്ല സന്തോഷത്തിലാണല്ലോ. ശരി, നീ എന്താ എന്നെ വരാൻ പറഞ്ഞേ? എല്ലാ സന്തോഷത്തിന് കാരണം നീയല്ലേ. അപ്പോൾ പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിന്നെ അറിയിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരല്ലേ, അല്ലേ ശിവേട്ടാ? തീർച്ചയായും. എന്താ പ്രത്യേകിച്ച്? രാഹുൽ മോന് ഈ സ്കൂളിൽ പഠനം തുടരാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ വടക്കോട്ട് കൂടുകൂട്ടാൻ തീരുമാനിച്ചു. എൻ്റെ ട്രാൻസ്ഫറും തരപ്പെടുത്തി പുതിയ സ്ഥലത്ത് പുതിയ ജീവിതം ആരംഭിക്കാൻ തീരുമാനിച്ചു. അല്ലേ മോനെ? അയ്യോ, ഇവന്റെ തലമുടി എന്ത് ചെയ്തു? അതൊക്കെ മുറിച്ചു കളഞ്ഞു. ഇനി അവന്റെ തലമുടി കണ്ടിട്ട് ഒരുത്തനും അവന്റെ പിറകെ വരണ്ട. അമ്മേ, സഹായിക്കാൻ പോയ അമ്മയ്ക്ക് പണി കിട്ടിയോ? അതെന്താ മോളെ? എല്ലാരും അങ്ങ് വടക്കോട്ട് പോവുകയല്ലേ. അമ്മയ്ക്ക് നല്ലൊരു അയൽക്കാരൻ നഷ്ടപ്പെട്ടല്ലോ. എനിക്കും. അയ്യോ, പറയും പോലെ അത് ശരിയാണല്ലോ. എന്റെ ഈശ്വര. ഉള്ളിൻ തീച്ചൂളയിൽ ഞാനൊരു കവേ, സ്വപ്നങ്ങൾ ഭസ്മമായി മാറുന്ന നേരം, ചിറകറ്റ കിളിയായി പിടയും മലം, ചിറകറ്റ കിളിയായി പിടയും മനസ്സ്, പുതിയൊരു ജന്മത്തിൻ മന്ത്രം തേടുന്നു.